guys, welcome back to my YouTube channel. കഴിഞ്ഞ വീഡിയോ കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നിമ്പി ഇപ്പൊ ഓഫീസിൽ പോവാണ്. നിമ്പി ഓഫീസിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട് ജോർജിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ ഞാനും ജോർജ് നിതിൻ കൂടെ കനനാസ്കിസ് അതന്നെ കനനാസ്കിസ് എന്നല്ലേ, അപ്പൊ അവിടെ പോവാണ് നമ്മള്. അപ്പോ നിമ്പി കാണില്ല, നിമ്പി ഓഫീസിൽ പോകും. അപ്പൊ ജോർജിന്റെ വീട്ടിൽ വിടും. നമ്മളൊരു ഡേ ട്രിപ്പ് അതാണ് പ്ലാൻ ചെയ്യുന്നത്. കനാസ്കസ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ അധികം മലയാള വീഡിയോസ് ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് നിതിൻ വേറെ പ്രൊവിൻസിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നല്ല വെതർ ആട്ടോ ഇവിടെ. സാധാരണ ഇവിടെ സ്നോക്കി ആയിട്ടുള്ള അങ്ങനത്തെ വെതറും അല്ല. അപ്പൊ ഇന്ന് പോവാൻ പറ്റിയൊരു ടൈമും ആണ്. അപ്പൊ അവിടെ നല്ല അവിടുത്തെ സീനറി ഒക്കെ നല്ല രസമാട്ടോ. ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം കനാസ്കസിൽ പോയിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഈ യൂട്യൂബും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. നല്ല സ്ഥലമാണ്, എനിക്ക് നിങ്ങൾക്ക് അത് കാണിച്ചു തരണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നിമ്പി അപ്പൊ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമ്മൾ ജോർജ് വീട്ടിൽ വൈകിട്ട് സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ ഇന്നത്തെ. ഇവിടുത്തെ വെതർ നല്ല വെതറാട്ടോ, ഇപ്പോ നല്ല സണ്ണി ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോ വെതർ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല, നോക്കാം. എന്നാലും ഇവിടത്തെ ഇത്രയും കാണില്ല, കുറച്ചും കൂടി തണുപ്പൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ജോർജിന്റെ വീട്ടിലാണ്. ജോർജിനെ കാണിച്ചതാട്ടോ. മീൻ കുളമ്പുണ്ടോ, പിക്കിളുണ്ടോ. We are going to Kananaskis. Very nice hilly spot. Amazing. ഞാൻ പറഞ്ഞില്ലേ, ഹാലിഫാക്സിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, നിതിൻ. ഹായ് നിതിൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഫസ്റ്റ് ടൈം ഇൻ കാൽഗറി. കാൽഗറി ഇഷ്ടപ്പെട്ടോ? സോ ഫാർ സൺ ഈസ് ഔട്ട്. ഞങ്ങളിപ്പോ എവിടെ പോകുന്നു? ഇവരെന്നെ എവിടെ കൊണ്ടുപോകുന്നുണ്ട്, എന്തോ ഒരു അടിപൊളി സ്ഥലം. സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് കനനാസ്കിസ്. ഞാൻ കനനാസ്കിസ് എന്ന് പറയണ, ജോർജിന് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയാം. Kananaskis. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടുന്ന് ഇറങ്ങാണ്. ലെറ്റ്സ് ഗോ ടു കനനാസ്കിസ്. നമ്മളിവിടെ ഒരു പിറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് വാഷ്റൂമിലേക്ക് പോകാനും ടിപ്പി കയറി ഒരു കോഫി കുടിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇറങ്ങിയ പിറ്റ് സ്റ്റോപ്പായിരുന്നു. ഇവിടെ ടിമ്മൊക്കെ ഉണ്ട്, ടിമ്മിൽ പോകാനൊക്കെ. നമ്മളിവിടെ ടിമ്മ് ലൈറ്റായിട്ട് എന്നിട്ട് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ടിമ്മിൽ വെയിറ്റ് ചെയ്യാണ്. ഞാനൊരു ഹെർബ് ആൻഡ് ഗാർലിക് സേവറി പേസ്ട്രി പറഞ്ഞിട്ടുണ്ട്, സോ അതിന് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഹെർബ്സ് ആൻഡ് എന്തോ ഒരു സാധനം, ഒരു സേവറി ഒരു സാധനമാണ്.
അതിന് ജാക്കറ്റ് കണ്ടു, ജാക്കറ്റ് ഇവിടെ വെച്ചിരിക്കുക, ജാക്കറ്റ് ഇവിടെ വെച്ചേക്കാം. പക്ഷെ അത് ഇപ്പം നമ്മൾ സമ്മറിന് മുന്നേക്ക് വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ലേക്സ് ഒക്കെ ഭയങ്കര തണുത്ത് നല്ല ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാ. So this is that upper lake, bro. അപ്പർ ലേക്ക്. This is that. ഈ കണ്ടല്ലേ, ഇത് ശരിക്കും ഞാൻ ഇവിടെ മുമ്പ് കന്യാകുമാരി വന്നപ്പോൾ ഇത് ഫുള്ള് ലേക്കായിരുന്നു. അത് ഇങ്ങനെ ഫുൾ സ്നോ ആയി. ഇതിപ്പം വിന്റർ കാണുന്ന ഫുള്ള് സ്നോ ആയി. എനിക്ക് ആ ലേക്കാണെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ട്രാൻസിഷൻ ആയിരുന്നു ഇത്. ഇപ്പൊ ക്യാൻമോർ വന്നേക്കാണ്. ജസ്റ്റ് ക്യാൻമോറിൽ നമ്മളിവിടെ ബാർബിക്യൂ ചിക്കനിൽ ഫുഡ് ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ കുറച്ചും കൂടി ടൂറിസ്റ്റ് വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട്. ക്യാപ്ചർ ചെയ്താ അത്. യെസ് യെസ്, താങ്ക് യു. മൗണ്ടൻസിന്റെ ഒക്കെ അടുത്ത് തന്നെ കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഒതന്റിക് ആയിട്ടുള്ള കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കന്നാസ്കസിൽ നിന്ന് ക്യാൻമോർ പോകുന്ന വഴി ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചൊരു റാൻഡം റെസ്റ്റോറൻ്റ് ആയിരുന്നു. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ നല്ല കസ്റ്റമർ സർവീസും നല്ല റീസണബിൾ റേറ്റും ആയിരുന്നു കേട്ടോ. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഒരു 2 ഫ്ലേവേഴ്സ്, പിന്നെ ഒരു ചിക്കൻ സൂപ്പും ആയിരുന്നു മേടിച്ചിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് ക്യാൻമോറിൽ നിന്ന് നമ്മൾ കാൽഗറി പോവാണ് ജോർജ് വീട്ടിൽ. ബാർബിക്യൂ ചിക്കൻ സ്ഥലത്തു നിന്നായിരുന്നു. അതെവിടെയാണ്? ക്യാൻമോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി ചിക്കനാണ്. ആരെങ്കിലും ഈ പ്രദേശങ്ങളിൽ വരികയാണെങ്കിൽ ബാർബിക്യൂ ചിക്കൻ മറക്കാതെ. ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തു. സൂപ്പറാണ്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. തണുപ്പാണ്. സോ വിൽ ഹാവ് ടു ഗോ ഇൻസൈഡ് ദ കാർ. അങ്ങനെ നമ്മൾ ജോർജിന്റെ വീട്ടിലെത്തിയപ്പോഴാ നിമ്പി ഓഫീസ് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോ ഇവിടെ ക്യാമ്പ് ഫയറും ഫുഡും അതൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ ഇറങ്ങും. ഇവിടെ നല്ല ബോളി ഉണ്ടാക്കാണ്. നമ്മളൊരു സ്പെഷ്യൽ ബോളി എൻ്റെ ഒരു റെസിപ്പിയില് ഗായത്രി പഠിച്ചുണ്ടാക്കുകയാണ്. ജോർജ് ഇവിടെ എഗ് പഫ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജോർജിന്റെ എഗ് പഫ്സിനെ ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതാണ്, നല്ലതായിരുന്നു. ഒരുത്തൻ അവിടെ ചിരി മാത്രമേ ഉള്ളൂ. ഇതിലെ പായസം ഉണ്ടാക്കുന്നുണ്ട്. നല്ല പായസം, ബോഡി പഫ്സ് ഒക്കെ കഴിക്കാൻ പോവാണ്. അങ്ങനെ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ നമ്മൾ ഗെയിംസും സ്നാക്സ് എല്ലാം കഴിച്ച് അങ്ങനത്തെ നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തു. ഗൈസ്, എനിക്ക് ഇന്നലെ വീഡിയോയുടെ എൻ്റെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ല. ഇന്നലെ ജോർജ് വീട്ടിൽ ക്യാമ്പ് ഫയർ ഒക്കെ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് നല്ല ലേറ്റ് നൈറ്റായി. പിന്നെ നമുക്ക് നല്ല ക്ഷീണമൊക്കെ. ഇപ്പം തിരിച്ച് വീട്ടിൽ വന്നു. അതാണ് നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.